എറണാകുളത്തെ പൊതുഗതാഗത രംഗത്ത് വൻ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ രണ്ടാം ഘട്ട വികസനവുമായി ബന്ധപ്പെട്ട സ്ഥലം വിട്ടുകിട്ടുന്നതിനായി പ്രതിരോധ വകുപ്പിന് കീഴിലുള്ള നാഷണൽ ആംഡ് ഡിപ്പോയും കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തമ്മിലുള്ള ധാരണാപത്രം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിന്റെ സാന്നിധ്യത്തിൽ കൈമാറി. NAD ചീഫ് ജനറൽ മാനേജർ BP സിംഗ്, RBDCK മാനേജിംഗ് ഡയറക്ടർ S സുഹാസിന് രേഖ കൈമാറി. കളമശ്ശേരി പത്തടിപ്പാലം ഗസ്റ്റ് ഹൗസ് ഹാളിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിലാണ് ധാരണാപത്രം കൈമാറിയത്. ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഇതിലൂടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നതെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. അത് സുപ്രീം കോടതിയിൽ നമ്മൾ പൈസ കെട്ടിവയ്ക്കാൻ തയ്യാറാണ് എന്ന ഭാഗം അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അംഗീകരിച്ചു. അതിൻ്റെ പണം ഇപ്പോൾ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അത് തഹസിൽദാർക്ക് കൈമാറിയിട്ടുണ്ട്. പിന്നെ അവരത് കെട്ടിവയ്ക്കുമ്പോഴോടുകൂടി അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു NADയുടെ സ്ഥലം നമുക്ക് ലഭിക്കുക. യഥാർത്ഥത്തിൽ ഈ പ്രതിരോധ വകുപ്പിന്റെ കയ്യിൽ നിന്ന് സ്ഥലം ലഭിക്കുക എന്നുള്ളത് ഒരു അനുഭവമുള്ള കാര്യമായിരുന്നു. 2001 മുതൽ യഥാർത്ഥത്തിൽ DRDCക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ലഭിക്കാൻ. പക്ഷെ അത് അനുവദിച്ചിരുന്നില്ല. ഞാൻ MP ആയിരിക്കുമ്പോൾ തന്നെ അന്നത്തെ പ്രതിരോധ മന്ത്രി CK ആന്റണിയെ നേരിൽ കണ്ട് ഇക്കാര്യം ആവശ്യപ്പെട്ടു. അദ്ദേഹം ഇങ്ങോട്ട് ഡയറക്റ്റ് ചെയ്തിരുന്നു. പക്ഷെ അതിന് തുടർ നടപടി ഉണ്ടായി. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ പൂർത്തീകരണം എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട ഫ്ലാഗ്ഷിപ്പ് പദ്ധതികളൊന്നായിട്ട് കാണുകയുണ്ടായി. അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി കത്തെഴുതി. ഞാൻ ഡൽഹിയിൽ പോയി സംസാരിച്ചു, റിവ്യൂ മീറ്റിംഗ് വെച്ചു. നമ്മുടെ RBDCKയുടെ MD ആയിട്ടുള്ള ശ്രീ സുഹാസ് പലതവണ ഈ ഒറ്റ കാര്യത്തിന് വേണ്ടി ഡൽഹിയിൽ ഡിഫൻസ് അധികാരിയുമായി ചർച്ച ചെയ്തു. NADയുടെ അതോറിറ്റീസ് വളരെ പോസിറ്റീവായിട്ട് റിപ്പോർട്ട് നൽകി. സദേൺ നേവൽ കമാൻഡും വളരെ പോസിറ്റീവായിട്ട് നമ്മുടെ നിലപാട് സ്വീകരിച്ചു. MP ആയിരിക്കുമ്പോൾ മുതൽ 23 വർഷത്തെ ശ്രമത്തിനൊടുവിലാണ് റോഡ് വികസനത്തിനായി പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി കൈമാറ്റം യാഥാർത്ഥ്യമായതെന്ന് അദ്ദേഹം പറഞ്ഞു. വ്യവസ്ഥ പ്രകാരം ഭൂമി വിലയായി 23.11 കോടി രൂപ NADക്ക് കൈമാറി കഴിഞ്ഞു. HMT ജംഗ്ഷൻ മുതൽ തൊരപ്പ് വരെ 5.5 മീറ്റർ വീതി കൂട്ടുന്നതിനൊപ്പം ചുറ്റുമതിലും കൈമാറ്റം ചെയ്ത് ലഭിച്ച ഭൂമിയിൽ നിർമ്മിക്കും. 38 കോടിയാണ് ഇവിടെ മൊത്തം ചിലവ് കണക്കാക്കിയത്. HMT ഭൂമി വില കൂടി കണക്കിലെടുക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന് 64 കോടിയാണ് നൽകേണ്ടി വന്നത്. അങ്ങനെ വരുമ്പോൾ 1 കിലോമീറ്റർ റോഡിന് 81 കോടി രൂപയാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത്. എന്ത് വില കൊടുത്തും നിർദ്ദിഷ്ട റോഡ് വികസന പദ്ധതി പൂർത്തിയാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു. ഇതിനൊപ്പം മഹിളാലയം, ചൊവ്വര എന്നിവിടങ്ങളിലെ റോഡ് പണികളും സമയബന്ധിതമായി പൂർത്തിയാക്കും. മഹിളാലയം മുതൽ 6 കിലോമീറ്ററിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കിഫ്ബി അനുവദിച്ച 540 കോടി രൂപയാണ് ഇതിന് ചെലവ്. ചൊവ്വര മുതൽ എയർപോർട്ട് വരെ 4.4 കിലോമീറ്റർ വികസനത്തിന് 210 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടറേറ്റ് ഭാഗത്ത് വീതി കൂട്ടുന്ന പണികൾ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് അതിവേഗം പൂർത്തിയാക്കും. കൊച്ചിയുടെ ഗതാഗത മേഖലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതായിരിക്കും സീപോർട്ട് എയർപോർട്ട് റോഡ് വികസനമെന്ന് മന്ത്രി പറഞ്ഞു. പ്രതിരോധ വകുപ്പുമായി വ്യവസായ മന്ത്രി നടത്തിയ നിരന്തര ഇടപെടൽ മൂലമാണ് 23 വർഷത്തിനു ശേഷം പദ്ധതി യാഥാർത്ഥ്യമാകുന്നതെന്ന് RBDCK മാനേജിംഗ് ഡയറക്ടർ S സുഹാസ് പറഞ്ഞു. 1 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. സീപോർട്ട് എയർപോർട്ട് റോഡ് വികസനത്തിനായി ഒന്നിച്ച് പ്രവർത്തിക്കുമെന്ന് NAD ചീഫ് ജനറൽ മാനേജർ BP സിംഗും അറിയിച്ചു. ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി.